ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ വെച്ചാൽ NDA എക്സാമിനേഷന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും NDA എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനും എന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.upsconline.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിലേക്ക് പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇതാണ് UPSCയുടെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ UPSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഓൾറെഡി UPSCയുടെ അക്കൗണ്ട് ഉള്ളവർക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ അവിടെ ന്യൂ രജിസ്ട്രേഷൻ സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് തന്നെ ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര് വെരിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേര് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം എല്ലാം എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ എല്ലാം എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മൈനോറിറ്റി സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൈനോറിറ്റി സ്റ്റാറ്റസിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ 2 സീക്രട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുക. നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുക. നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും ഒരു OTP ലഭിക്കുന്നതാണ്. ഒരു OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2 OTP എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ OTPയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുക. നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുക. ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. നിങ്ങളുടെ അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. പേഴ്സണൽ ഇൻഫർമേഷന്, അഡ്രസ് ഇൻഫർമേഷന്. അപ്പോൾ അതിൽ ഓരോ സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം പേഴ്സണൽ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ നാഷണാലിറ്റി, മദർ ടങ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മാരിജൽ സ്റ്റാറ്റസ്, പ്ലേസ് ഓഫ് ബർത്ത്, കമ്മ്യൂണിറ്റി, PW അതായത് ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് ആണോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, ID കാർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻസ് അവിടെ സേവ് ആയിരിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ടിക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് അഡ്രസ് ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുക. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്.
പെർമനൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 അഡ്രസ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം കറസ്പോണ്ടൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ അതായത് സേവിന് മുകളിലായിട്ട് ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അത് ഈ ടിക്ക് ചെയ്ത് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം എൻ്റർ ചെയ്ത ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഡ്രസ് ഇൻഫർമേഷൻ്റെ അവിടെയും ടിക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ തൊട്ട് താഴെയായിട്ട് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതായത് 10, +2, ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷനും ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതെല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. ഓരോ ക്വാളിഫിക്കേഷൻ വൈസാണ് എൻ്റർ ചെയ്യേണ്ടത്. ആദ്യം 10ാം ക്ലാസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിൽ +2 സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ +2ൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെ ഡീറ്റെയിൽസും ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ ക്വാളിഫിക്കേഷനും എൻ്റർ ചെയ്ത ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ ആ ഒരു സെക്ഷൻ്റെ അവിടെയും ടിക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അടുത്തായിട്ട് വരുന്നത് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ്. നിർബന്ധമായിട്ടും ഈ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് +2 സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ID പ്രൂഫാണ്. ID പ്രൂഫിൻ്റെ ഒരു കോപ്പി ഈ സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. SC ST അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ബാക്കി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല, ഉള്ളവർ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് പേരൻ്റൽ ഇൻഫർമേഷൻ എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഫാദറിൻ്റെയും അതുപോലെ തന്നെ മദറിൻ്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷനിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കറൻ്റ്ലി വർക്കിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയിട്ടുള്ളവർ അവിടെ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അൺഎംപ്ലോയിഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇവിടെ UPSC എക്സാമിനേഷൻ ഇൻഫർമേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും UPSCയുടെ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ DBAR ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് അച്ചീവ്മെൻറ്റ്, പ്രൈസ് അല്ലെങ്കിൽ മെഡൽസ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഉള്ളവർ മാത്രം എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ലാംഗ്വേജസ് ഇൻഫർമേഷൻ എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ 1/2025. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 പാർട്ടുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 3 പാർട്ട് രജിസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ 3 പാർട്ട് രജിസ്ട്രേഷൻ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ പാർട്ട് 1 രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യാനായിട്ട് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് 1 എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ യെസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ പാർട്ട് 1 രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് പാർട്ട് 2 രജിസ്ട്രേഷൻ ആണ്. പാർട്ട് 2 രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് പാർട്ട് 2 രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് ഫീസിൻ്റെ സെക്ഷനാണ് വരിക. അതായത് ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും ഫീസിൻ്റെ സെക്ഷൻ വരികയുള്ളൂ. SC ST കാൻഡിഡേറ്റ്സിന് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല, അവർ ഫീസിൽ നിന്നും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമായിരിക്കും അടുത്ത സെക്ഷനിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സെക്ഷൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇവിടെയും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ താഴത്തേക്ക് വരുമ്പോൾ സ്പെസിഫിക് ഡീറ്റെയിൽസ് ഫോർ NDA ആൻഡ് NA എക്സാമിനേഷൻ എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഓരോ ബോക്സിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമി, നേവി, എയർഫോഴ്സ് അതുപോലെ തന്നെ നേവൽ അക്കാഡമി എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഓരോ ബോക്സിൽ ഓരോ നമ്പേഴ്സ് നൽകുക. ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇന്ത്യൻ നേവിയാണ് ആദ്യത്തെ പ്രിഫറൻസ് വേണമെങ്കിൽ ഇന്ത്യൻ നേവിയുടെ കോളത്തിൽ 1 എൻ്റർ ചെയ്യുക.
അടുത്ത രണ്ടാമതായിട്ട് വേണ്ടത് എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സ് 2 സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. അടുത്ത നേവൽ അക്കാഡമിയാണ് വേണമെങ്കിൽ നേവൽ അക്കാഡമിയുടെ കൂട്ടത്തിൽ 3 എൻ്റർ ചെയ്യുക. അടുത്ത ആർമിയാണ് ഏറ്റവും അവസാനമായിട്ട് വേണ്ടതെങ്കിൽ 4 എൻ്റർ ചെയ്യുക. ഇങ്ങനെ ഓരോ ഇതനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് നൽകുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിലേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ചെറിയൊരു പ്രിവ്യൂ ഈ സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ക്യാപ്ചർ കോഡ് കാണിക്കുന്നതാണ്. ആ ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിലേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫ്സായിരിക്കും കാണിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ പാർട്ട് 2 രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ പാർട്ട് 3 രജിസ്ട്രേഷനിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് വി ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫ്സായിരിക്കും കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് 3 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ബോക്സിൻ്റെ വലത്തെ സൈഡിൽ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫ്സായിരിക്കും കാണിക്കാം. നിങ്ങൾ ആദ്യമേ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതല്ല. അതല്ല നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫ്സായിരിക്കും കാണിക്കാം. ആദ്യം നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡിക്ലറേഷനാണ്. അപ്പോൾ ഈ ഡിക്ലറേഷൻ എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഐ ഹാവ് റീഡ് ഡിക്ലറേഷൻ ആൻഡ് എഗ്രി എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ്. പേയ്മെൻറ്റ് അടച്ച കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് സ്റ്റാറ്റസും ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് 2025 ഫസ്റ്റ് ND എക്സാമിനേഷൻ അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.